ഇനി നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ ഡെഫിനിഷൻ പറയുന്നുണ്ട് കലാം എന്താണ്. അൽ കലാമു ഫി ലുഗത്തിൽ അറബിയ ഹുവ ലഫ്ലുൻ മുഫീദുൻ ഫായിദത്തുൻ യഹ്സനു സുഖൂത്തു അലൈഹ. അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് യഹ്സനു സുഖൂത്തു അലൈഹ. അഥവാ അറബി ഭാഷയിൽ കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായി, ഇവിടെ ഉണ്ട്, നിങ്ങൾക്കത് നോട്ട് ചെയ്ത് വെക്കാം, ശ്രദ്ധിക്കുക. പൂർണ്ണമായ ആശയം ലഭിക്കുന്ന വാക്കാണ്. അതിൻ്റെ മേൽ പൂർണ്ണമായി നമുക്ക് വിരാമം ഇടാം. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് പൂർണ്ണമായി അർത്ഥം ലഭിക്കുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ആശയം ലഭിക്കുന്ന വാക്കാണ്. ഉദാഹരണത്തിന് മാങ്ങ പഴുത്തതാണ് എന്ന് പറയുമ്പോൾ ആ മാങ്ങ പഴുത്തതാണ് എന്നൊരു ആശയം നമുക്ക് കിട്ടുന്നുണ്ട്. മറിച്ച് മാങ്ങ എന്ന് മാത്രം പറയുമ്പോൾ അത് പഴുത്തതാണോ പച്ചയാണോ കേടുവന്നതാണോ അല്ലെങ്കിൽ അതുണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അവ്യക്തത നിലനിൽക്കും. അപ്പോൾ ആ അവ്യക്തത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്? കലാം എന്ന് പറഞ്ഞാൽ. കലാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വാചകം, ആശയം അല്ലെങ്കിൽ അർത്ഥം ലഭിക്കുന്നതാണ്. അർത്ഥം ഓർ ആശയം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കലാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അർത്ഥമോ ആശയമോ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെഫിനിഷനും അങ്ങനെ തന്നെ കാണാതെ പഠിച്ചു വെക്കുക. ലഫ്ലുൻ മുഫീദുൻ ഫായിദത്തുൻ യഹ്സനു സുഖൂത്തു അലൈഹ. ലഫ്ലുൻ മുഫീദുൻ ഫായിദത്തുൻ യഹ്സനു സുഖൂത്തു അലൈഹ. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇനി ഉദാഹരണങ്ങൾ, ഇവിടെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, അൽഹംദുലില്ല, സർവ്വസ്തുതിയും അള്ളാഹുവിനാണ്. അപ്പോൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ സർവ്വസ്തുതിയും ആർക്കാ? സർവ്വസ്തുതി. ഒരു ക്വസ്റ്റ്യൻ വന്നു, എന്ത്, ആർക്ക് എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരും. അതും കൂടെ ആൻസർ ചെയ്തിട്ട് പൂർണ്ണമായ ആശയം അൽഹംദുലില്ല, സർവ്വസ്തുതി ആർക്കാണ്? അള്ളാഹുവിനാണ്. നസർ അല്ലാ, അള്ളാഹു സഹായിച്ചു. അള്ളാഹു സഹായിച്ചു, ആരെ സഹായിച്ചു എന്നൊക്കെ ഉള്ളത് വേറെ. അള്ളാഹു സഹായിച്ചു, സഹായം കിട്ടി. ആരിൽ നിന്നാണ് സഹായം കിട്ടിയത്? അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായി അർത്ഥം കിട്ടുന്ന അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ആശയം ലഭിക്കുന്ന, നമുക്ക് അതിന്മേൽ ഒരു ജുംലയെ നമുക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനെ നമുക്ക് നിർത്താൻ കഴിയുന്ന ഒന്നിനെയാണ് കലാം എന്ന് പറയാം. ഈ കലാമിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാൻ കഴിയും. കലാമിനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ഫെയിലാണ്, ഒന്ന് ഇസ്മാണ്, ഒന്ന് ഹർഫാണ്. ഓക്കെ, കലാമിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ഇസ്മാണ്, രണ്ടാമത്തെ ഫെയിലാണ്, മൂന്നാമത്തെ ഹർഫാണ്. ഓക്കെ, അപ്പോൾ ഒരു കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നതാണ് ഫെയിൽ എന്ന് പറഞ്ഞാൽ. സ്വന്തമായിട്ട് അർത്ഥമുള്ളതാണ്, ഒരു കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നതാണ്. അഥവാ ഇന്ന് ചെയ്യുന്നതിനൊന്ന് പറയും, ഇന്നലെ ചെയ്തതിന് അഥവാ കഴിഞ്ഞു പോയതിന് ഒരു ടേം ആയിരിക്കും, നാളെ ചെയ്യാൻ പോകുന്നതിന് മറ്റൊന്നായിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ ഇസ്മിൽ പറഞ്ഞത് ഒരേ സാധനമായിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഇന്നലെ ചെയ്താണെങ്കിലും ഇന്ന് ചെയ്താണെങ്കിലും നാളെ ചെയ്യാൻ പോകുന്നതാണെങ്കിലും ഒക്കെ സെയിം വേർഡുകളായിരിക്കും. പക്ഷേ ഫെയിലേക്ക് വരുമ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഫീൽഡിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് മാദിയാണ്, കഴിഞ്ഞു പോയത്. രണ്ടാമത്തത് മുസ്തഖബിലാണ്, ഇനി വരാൻ പോകുന്നത്.